സീതോ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ അയാളാണ് ദീർഘകാലമായിട്ട് ആ ചാർജ് വഹിച്ചത്. അദ്ദേഹത്തിന് അതേപോലെ തന്നെ ഏതാണ്ട് അതേ ആത്മീയത്തിന് തുല്യമായ പേരുള്ള ഒരു കരാറുകാരനുണ്ട്, ഒരു കൂത്തുകാരൻ. അയാളാണ് ഇത് സ്ഥിരമായിട്ട് കുഴിയെടുക്കുന്നത്. എളുപ്പത്തിൽ കുഴി പെട്ടെന്ന് അത്യാവശ്യം വേണ്ടല്ലോ, ഉടനെ അയാളെ വിളിക്കും, ഇയാൾ കുഴിയെടുക്കും, ശ്രീനിവാസൻ വൗച്ചർ കൊടുക്കും. ഇങ്ങനെയായിരുന്നു. അപ്പൊ കുഴി വൗച്ചർ എന്താണ്, ഇതിലെന്താണ് നടന്നുകൊണ്ടിരുന്നത് മനസ്സിലാക്കണം. എന്താണ് നടന്നുകൊണ്ടിരുന്നത്? 10,000, 14,000, 13,000, 14,000 രൂപയാണ് ഒരു കുഴിക്ക് വേണ്ടി അവർ ചെലവഴിച്ചത്. അങ്ങനെ പല വാർത്തയും കേൾക്കും. നമ്മളിപ്പോ 15,000 രൂപ ഒരു കുഴിക്ക് വേണ്ടി. കുഴിക്കാത്ത കുഴിക്കാണ് 15,000 രൂപ. അത് വേഗം നിറഞ്ഞു പോകും. കുഴിച്ചാല് കുഴി നിറയണേ കുറച്ച് ദിവസം എടുക്കും. കുഴിച്ചിട്ടില്ലെങ്കിലോ എളുപ്പം നിറയും. അതുകൊണ്ട് ആഴ്ചക്ക് കുഴിക്കാം. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു, ഈ കൊടുത്ത വൗച്ചർ ഉണ്ടല്ലോ, ശ്രീനിവാസനും മറ്റവരൊക്കെ കൂടി കൊടുത്ത വൗച്ചർ, ആ വൗച്ചർ വിവരാവകാശ പ്രകാരം ആ വൗച്ചറിന്റെ പകർപ്പിന് ചോദിച്ചു. സന്തോഷകരമായ മറുപടിയാണ്. ഫയൽ നമ്പറൊക്കെ എഴുതി, ഫയൽ നമ്പർ ചോദിച്ചിരുന്നില്ല, ആ വൗച്ചറിന്റെ കോപ്പിയാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു ഇന്ന ഫയലുകൾ പ്രകാരമാണ് ആ ചെലവുകൾ നടത്തിയത്. പക്ഷെ വൗച്ചർ സൂക്ഷിച്ചിട്ടില്ല. ഇതെന്താണ് ചായ കുടിച്ച കണക്കോ? 15,000 രൂപ വെച്ച് കൊടുത്ത വൗച്ചർ ഈ ഫയലിൽ സൂക്ഷിച്ചിട്ടില്ല എന്ന് ഉളുപ്പില്ലാതെ വിവരാവകാശ നിയമപ്രകാരം ഇത് ഏത് കോടതിയിലും ഹാജരാക്കാനുള്ള ഒരു കടലാസാണ് എന്ന് പോലും ഓർക്കാതെ കഴിഞ്ഞ ദിവസം ലഭിച്ച മറുപടി അതാണ്. വൗച്ചർ വെച്ചിട്ടില്ല, വൗച്ചർ സൂക്ഷിച്ചിട്ടില്ല. ആരുടെ പോക്കറ്റിലാണ് വൗച്ചർ ഉള്ളത്? അപ്പൊ ഇതെന്താണ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ്. മാലിന്യം ഇവിടെ സുന്ദരമായിട്ട് ഇവിടെ മാനേജ് ചെയ്ത് കഴിഞ്ഞു. ആമിന മാളിയേക്കലും CK രമേശനും കൂടി അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയത്. അങ്ങനെ വേസ്റ്റ് സീറോയിൽ എത്തിച്ചു. ഇനി വേസ്റ്റ് പ്ലാന്റുകൾ നടപ്പിലാക്കണമെങ്കിൽ പോലും പുതിയ വേസ്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരണം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. അങ്ങനെ ഇരിക്കെ പക്ഷെ എന്നാലും പെട്ടിപ്പാലത്തെ പ്ലാന്റുകളാണ്. പണ്ട് നമ്മളവിടെ ഇടുന്നില്ല. ആരാത് പറയുന്നത്? CPM ഏരിയ സെക്രട്ടറിയാണ് പറയുന്നത്. എന്തിനാണ് പറയുന്നത്? കഴിഞ്ഞ CPM ഏരിയ സമ്മേളനത്തിന്റെ പ്രമേയം വായിച്ചതിനു ശേഷം അത്ഭുതത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് പറഞ്ഞാൽ നമ്മളിത് രക്ഷപ്പെടാൻ പോവുകയാണ്. കാരണം CPM എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. പെട്ടിപ്പാലത്ത് പ്ലാന്റ് വേണ്ടതില്ല, അതുപോലെ തന്നെ പെട്ടിപ്പാലത്ത് മാലിന്യം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഉറവിടത്തിൽ തന്നെ മാലിന്യം